ഹായ്, ഞാൻ മിൽട്ടൺ ജോസഫ്. ടച്ച് കണക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ജതിൻ പട്ടേലിൻ്റെ ഗുജറാത്തി സ്നാക്സിനെ കുറിച്ചാണ്. എനിക്കിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അപ്പം ഞാനത് കാരണം കുറച്ച് യാത്രകൾ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊരു അഡ്വർടൈസിങ് ഫീൽഡിലായിരുന്നു, അവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു. അത് സംബന്ധിച്ച് എനിക്ക് കുറേ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാത്രകൾ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ യാത്ര പോകണമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ കൂടി എന്നെ കൂടി വരാൻ വേണ്ടി താല്പര്യമായി. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജതിൻ പട്ടേൽ. ജതിൻ പട്ടേൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവനും പറഞ്ഞ് ഞങ്ങളെ എന്നെയും കൂടി കൊണ്ടുപോകും എന്നുള്ളൊരു ആവശ്യം. ഓക്കെ, അപ്പം ഞാൻ എന്നാൽ അവനും വന്നോട്ടെ. ഞങ്ങളപ്പോൾ മൊത്തം 4 പേരാണ്. ഞാൻ ടൊയോട്ട അർബൻ ക്രൂസറിലാണ് പോണത്. അപ്പോൾ അവനെയും കൂട്ടി. അപ്പോൾ ഞങ്ങളവിടെ 6 മണിക്ക് രാവിലെ വീടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടായി. വടുതലയിൽ ജോർജും ജോഷിയും വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അവരെ പോയി പിക്ക് ചെയ്ത് ഞങ്ങൾ പയ്യ യാത്ര സ്റ്റാർട്ട് ചെയ്ത്. ഇതിലുള്ള വേറെ രസമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എവിടെ പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാൻ 2 ദിവസം മുമ്പാണ് അങ്ങനെ പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചിലവർ പറഞ്ഞ് കൊടൈക്കനാൽ പോവാം, മൂന്നാർ പോവാം, വാൽപ്പാറ പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു ആലുവ കഴിഞ്ഞപ്പോൾ വാൽപ്പാറ പോകാമെന്നുള്ള ഒരു പ്ലാൻ വന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചാലക്കുടിക്ക് മുമ്പായപ്പോൾ തന്നെ അതിരമ്പള്ളി വഴി പോകാമെന്നുള്ളൊരു പ്ലാനിൽ ആ വഴി എടുത്ത് അങ്ങനെ ഞങ്ങൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു 9 മണിയായപ്പോൾ നമ്മൾ അതിരമ്പള്ളിയുടെ അടുത്തെത്തി. അവിടെ നിന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. അപ്പോൾ രാവിലെ വന്നിട്ട് ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ജതിൻ പട്ടേൽ വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടാണ് വന്നത്. അവൻ നോണൊന്നും കഴിക്കില്ല. അവനെന്തോ പേപ്പർ റോസ്റ്റ് എന്നാണ് പറഞ്ഞു. ജോർജ് കുട്ടി പിന്നെ സ്ഥിരമായിട്ട് പൊറോട്ട, മുട്ട അങ്ങനെയാണ് അവൻ്റെ ലക്ഷ്യം. അവന് മുട്ടയിലെന്തോ കേട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയാലും മുട്ട എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാൻ പറ്റൊരു സാധനമാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നീട് അതിരമ്പള്ളിയുടെ വാട്ടർഫോളും ഇതിൻ്റെ വാഴച്ചാലിൻ്റെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ പയ്യ അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ജോഷി ഓടിക്കാനായി. അങ്ങനെ ഞാൻ വണ്ടി ജോഷിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ വണ്ടി ജോഷിയാണ് ഓടിക്കണത്. അപ്പോൾ ജോഷി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാടിൻ്റെ നല്ല വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വാൽപ്പാറ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ നല്ല കാഴ്ചകളും കണ്ട് കുറച്ച് പടമൊക്കെ എടുത്ത് ഇങ്ങനെ പോയി. അപ്പോൾ നമ്മൾ 12 മണിയോടെ നമ്മൾ വാൽപ്പാറയുടെ താഴെ എത്തി. അപ്പോൾ ഞങ്ങൾക്കൊരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു ചായക്കടയിൽ കയറി. സാധാരണ ചെറിയ കട, കാരണം ഇനി എന്തായാലും ലഞ്ച് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അവിടെ കയറി നമ്മളൊരു കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചപ്പോഴാണ് അവിടുത്തെ ചായക്കടക്കാരനെ പറഞ്ഞാൽ നിങ്ങളൊരു അരമണിക്കൂർ മുമ്പ് വന്നുവെച്ചെങ്കിൽ എലിഫൻറ്റിനെ കാണാൻ പറ്റും. അതൊരു വളവിൽ ഒരു ഓട്ടോക്കാരനെ പിടിച്ച് ഓട്ടോ ഒക്കെ വലിച്ച് താഴത്തേക്ക് ആക്കി. ആർക്കൊന്നും അപകടമൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട്. ഞങ്ങളത് കേട്ടപ്പോൾ കിടുങ്ങി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും നമ്മൾ പിന്നെ വാൽപ്പാറയ്ക്ക് അവിടെ നിന്ന് പോണേ. അപ്പോൾ വാൽപ്പാറയിലേക്ക് പോണ വഴി നമ്മൾ ഒരു ഡാം കണ്ട്. അത് ഷോളയാർ ഡാമാണ്. അത് ഭയങ്കര വിശാലമായ ഡാമാണ്. കുറച്ച് വെയിലുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അവിടെ നിർത്തി കുറേ ഫോട്ടോ എല്ലാം എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വൈകുന്നേരം ഒന്ന് നമുക്ക് ചൂടാകണമല്ല, അപ്പോൾ വേണ്ട മദ്യവും സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും പുറപ്പെട്ടു. എന്തുകൊണ്ടോ വാൽപ്പാറ ടൗൺ നമ്മൾ മിസ്സായിപ്പോയി. അത് ഗൂഗിൾ മാപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഓടിച്ചവൻ്റെ അശ്രദ്ധ കൊണ്ടാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ബാക്കി 2 പേരിരുന്ന് കാലത്ത് എനിക്ക് പോകുന്നതുകൊണ്ടുള്ള ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ നോക്കിയപ്പോൾ 8 കിലോമീറ്റർ താഴേക്ക് വരണം വീണ്ടും വാൽപ്പാറ പോകാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമ്മൾ വാൽപ്പാറ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് എവിടെ പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ പോകുന്നിടത്തേക്ക് പോട്ടെ എന്നുള്ള ലക്ഷ്യത്തിൽ വീണ്ടും നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ചെന്ന് പെട്ടത് പിന്നെ ഈ ആലിയാർ ഡാമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമാണെന്നാണ് അറിയപ്പെടുന്നത്. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ വെജ് മീൽസാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ചും കൂടി മുമ്പിലോട്ട് പോയപ്പോൾ നല്ല രസമുള്ള മലകളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആലിയാർ റെസിഡൻസി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് റൂം നോക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു ഏതാണ്ട് 4 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി ടയേർഡായി, ഒന്ന് റൂമിലൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് റൂമൊക്കെ നോക്കിയപ്പോൾ അത് പുതിയതാണ്. അതൊരു 3 മാസമായിട്ടുള്ള സ്റ്റാർട്ടായിട്ട് 4 പേർക്ക് താമസിക്കാവുന്ന വലിയൊരു സൂട്ട് റൂം പോലെ. അത് വളരെ ലാഭമായിരുന്നു.
പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു വിശാലമായ ബാൽക്കണി ഉണ്ടായി. അതിന് 4 ചെയറൊക്കെ ഇട്ടിട്ട് ഒരു ടീപ്പോയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ കലാപരിപാടികളൊക്കെ അവിടെ ഭയങ്കര രസമായിട്ട് നടത്താൻ പറ്റി. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് അവിടെ ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു മദ്യസേവയൊക്കെ കഴിക്കാൻ പറ്റി. ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വീണ്ടും ഡാമിൻ്റെ സൈഡിൽ പോയി അവിടെ നിന്ന് നല്ല നോൺ വെജൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് രാത്രി ഇരുന്ന് നമ്മളന്ന് ക്ഷീണമുള്ളതുകൊണ്ട് കിടന്നുറങ്ങി. രാവിലെ 7 മണിക്ക് എല്ലാവരും എണീറ്റ് ഫ്രഷായി ഒരു 8:30 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഡാമിൻ്റെ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ജത്തിനാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എൻജോയ് ചെയ്ത്, അവൻ വെജല്ലേ കഴിക്കണത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും വന്നേണമെന്നുണ്ടെങ്കിൽ പേര് പറയണമെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ അവരെ കാർഡൊക്കെ മേടിച്ചിട്ട് പോന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോകണമെങ്കിൽ ഞാൻ നമ്പർ തരാം, വിളിച്ചിട്ട് പോകണമെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല സ്ഥലമാണ്, നല്ല സേഫാണ്, വളരെ നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ. ഞങ്ങളുടെ തിരിച്ച് ഓപ്പോസിറ്റ് വഴിയിലാണ് പോകുന്നത്. പൊള്ളാച്ചി വഴിയാണ് ഞങ്ങൾ എടുത്തത്. പൊള്ളാച്ചി എന്ന് പറയുമ്പോൾ നല്ല റോഡാണ്, നല്ല വിശാലമായ റോഡാണ്, നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസം വണ്ടി ഓടിക്കാൻ. അപ്പോൾ ജോഷി തന്നെയാണ് ഓടിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ പിടിക്കാം എന്നുള്ള കണ്ടീഷനിൽ കയറിയിരുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും വിശാലമായ തെങ്ങും തോപ്പും കവുങ്ങും തോപ്പനാണുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലും അവർ കരിക്കിന് വേണ്ടിയിട്ടാണ് അവിടെ തെങ്ങും തോപ്പ് ഉണ്ടാക്കുന്നത്. അതാണ് അവർക്ക് ലാഭം. ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതലും കരിക്ക് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നെന്മാറയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു നല്ല രസമായിരുന്നു ആ ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ നെന്മാറയിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇത്ര നേരത്തെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഉച്ചയായിട്ടേ ഉള്ളൂ. 30 കിലോമീറ്റർ പൊക്കത്ത് പോയി കഴിഞ്ഞാൽ നെല്ലിയാമ്പതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പലരും നെല്ലിയാമ്പതിയിൽ പോയിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി പോവാം, നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് പോയി. അപ്പോൾ ജത്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മരങ്ങളും കാടും ഒക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ നെല്ലിയാമ്പതി ചെന്ന് അവിടെ ചെന്നിട്ട് അവിടെ ചെറിയൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഒരു ഹോംലി ഫുഡൊക്കെ കഴിച്ച് ജത്തിന് അവിടെ നിന്ന് ഡബിൾ ഓംലെറ്റും സ്പ്രൈറ്റുമാണ് കഴിച്ചു. അത് കഴിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോകാമെന്ന് വിചാരിച്ച് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയുടെ സൈഡിൽ ഒരു സ്കൂളിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ജത്തിൻ അവൻ ശരിക്കും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഡിക്കിയിൽ കുറേ ഫുഡുണ്ട്, അവൻ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവനതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഈ സാധനമൊക്കെ റെഡിയാക്കി ലഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കി അവനും കഴിച്ച് കുറച്ച് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ വലിയൊരു മുട്ടൻ പന്നി അത് നമ്മുടെ ആ സൈഡിൽ കൂടി ഇങ്ങനെ പോണേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അറ്റംബരം എടുത്തായിരുന്നു. എന്നിട്ട് അതിനെ കണ്ടപ്പോൾ വേറെ പട്ടി ഇങ്ങനെ കടിക്കാനും പിടിക്കാനൊക്കെ വന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പന്നിയുണ്ട്, പിന്നെ പുലിയുണ്ട്, കരടിയുണ്ട്. ഇത് പല പ്രാവശ്യം ഈ പുലിയൊക്കെ ഇറങ്ങിയിട്ട് അവിടുത്തെ പട്ടീനെ അങ്ങനെയൊക്കെ പിടിക്കണമെന്നാണ് പറയണത്. കരടി അവിടെ വളരെ ഞങ്ങൾ പണ്ട് പോയപ്പോഴും അവിടെ ആൾക്കാരെയൊക്കെ ആക്രമിച്ച് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മേലേക്ക് പോയപ്പോൾ AVTയുടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ട് അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ അവരുടെ AVTയുടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ നല്ല എല്ലാവരും തന്നെ കുറച്ച് തേയിലെല്ലാം വാങ്ങി അവിടെ നിന്ന് പയ്യെ തിരിച്ചിറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് 5 മണിക്ക് ഉള്ളിൽ താഴെ എത്തണം. അവിടുന്ന് പാസ് എടുത്തിട്ടാണ് പൊക്കത്തോട്ട് പോയത്. അപ്പോൾ 5 മണിക്ക് മുമ്പായിട്ട് നമ്മളൊരു 4:45 താഴേക്ക് ഇറങ്ങി. അപ്പോൾ താഴെ വന്നു കഴിയുമ്പോൾ പോത്തുണ്ടി ഡാമുണ്ട് അവിടെ. അപ്പോൾ പോത്തുണ്ടി ഡാമും അതിവിശാലമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഞങ്ങൾക്ക് നേരമില്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ എറണാകുളത്തേക്ക് പോകുന്നതാണ് തിരിച്ച്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു വളവിലെത്തിയപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കണം. അപ്പം ഞാൻ പൊതുവെ ഇത്തിരി സ്ലോയിലാണ് ഓടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഉടുമ്പ് ഇങ്ങനെ ക്രോസ് ചെയ്തു. ഉടുമ്പെന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ അങ്ങനത്തെ അത്ര വലുത് കണ്ടിട്ടില്ല. ഒരു വലിയൊരു ഉടുമ്പ്, ഒരു 3 അടിക്ക്
വലുതായിട്ടൊരു സാധനം അതിങ്ങനെ വളരെ സ്ലോലി ഇങ്ങനെ പോകണം. നമ്മുടെ സ്പീഡിലാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ആ ഗോപ്രോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗോപ്രോ കാറിൽ വെച്ചെങ്കിൽ സാധനം കിട്ടിയാൽ. അപ്പോൾ നമ്മളത് ചെയ്തില്ല. എന്തായാലും കാണാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു 9 മണിയോടുകൂടി എറണാകുളത്ത് തിരിച്ചെത്തി. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് എന്താണ് പെർ ഹെഡ് ഒരു 3000 രൂപ ഒക്കെ ആയുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് 2 ദിവസം യാത്ര ചെയ്യാൻ പറ്റി, നല്ല സ്ഥലത്ത് താമസിക്കാൻ പറ്റി, നല്ല ഫുഡ് കഴിക്കാൻ പറ്റി, അത്യാവശ്യം കണ്ടുപിടിക്കാൻ പറ്റി. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഇത്ര പൈസ വന്നില്ല. കാരണം നമ്മളൊരു അധികം പൈസ വരാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. കാരണം നല്ല ആൾക്കാർക്ക് ഇനിയും വരാനും പറ്റുള്ളൂ. ഇതിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി ഫുഡ് പലയിടത്തും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡല്ലാണ്ട് ഈ വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റും, അതിനെ ടേസ്റ്റ് അറിയാൻ പറ്റും. നമുക്ക് കുറച്ച് ലോകം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കണക്കായും നല്ലത് കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യാം. അപ്പോൾ അതാണ് എനിക്ക് നേട്ടമായിട്ട് തോന്നുന്നത്. നമ്മൾ കാശൊക്കെ ഇനിയും വരും പോവും, കാശൊക്കെ അവിടെ ഭരിക്കട്ടെ. ഇനി നിങ്ങൾ ഈ പ്രായമാകുന്ന വിചാരിച്ച് വീട്ടിൽ കൂത്തിയിരിക്കാതെ ഈ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനപ്പോൾ ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഷട്ടിൽ കളിക്കണ കുറേ ടീമൊക്കെ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നമുക്കെല്ലാവരും കൂടി പോവാം. അപ്പോൾ അങ്ങനെ ഒരു 6 പേര് അടുത്ത ട്രിപ്പിന് വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ശാന്തൻ പാറയിലേക്കാണ്. അപ്പോൾ ഞാനത് ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.